സിനിമകളുടെ ലാഭനഷ്ട കണക്ക് പുറത്തുവിടണമെന്ന തീരുമാനം പിൻവലിച്ചു നിർമ്മാതാക്കളുടെ സംഘടന. 3 മാസമായി ലാഭനഷ്ട കണക്ക് പുറത്തുവിടുന്നില്ല. ഇനി കണക്ക് പുറത്തുവിടുന്നത് അടുത്ത ഭരണസമിതി വന്ന ശേഷം മതിയെന്ന തീരുമാനം. പുറത്തുവരാനുള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ കണക്കുകളാണ്. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് തീരുമാനിക്കും. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നു. സൈഫുനിസ, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഈ വർഷം ആദ്യം മുതൽ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന നടത്തിയിരുന്ന ഒരു രീതിയായിരുന്നു അതാത് മാസങ്ങളിലെ തിയേറ്റർ കളക്ഷൻ അടക്കമുള്ള സിനിമയുടെ ചെലവുകളടക്കമുള്ള കണക്കുകൾ പുറത്തുവിടുക എന്നുള്ളത്. കഴിഞ്ഞ മാസം മുതൽ, അതായത് ഓരോ മാസവും കഴിഞ്ഞ അടുത്ത മാസം പകുതിക്ക് ശേഷമാണ് അതിന്റെ കണക്കുകൾ പുറത്തുവിടുന്നത്. പക്ഷേ ഇതുവരെ അതിന്റെ കണക്കുകളൊന്നും, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് നിലവിൽ ഈ കണക്കുകൾ ഇനി പുറത്തുവിടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാനാണ്. അതായത് അടുത്ത മാസം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കും. പുതിയ ഭരണസമിതി വന്ന ശേഷം ഇനി കണക്കുകൾ പുറത്തുവിട്ടാൽ മതി എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ സംഘടന നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട്, ഈ സിനിമയുടെ കണക്കുകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾക്കടക്കം വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പല സിനിമകളുടെയും നിർമ്മാണം തടസ്സപ്പെടുന്നു, പുതിയ നിർമ്മാതാക്കൾ വരുന്നില്ല എന്നൊക്കെ പല ആക്ഷേപങ്ങൾ നിർമ്മാതാവ് സാന്ദ്ര തോമസ് അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കണക്ക് പുറത്തുവിടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ സാന്ദ്ര തോമസ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയപ്പോൾ പോലും സാന്ദ്ര പറഞ്ഞത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ 2 സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കണക്കുകൾ പുറത്തുവിടാത്തതെന്നാണ്. ലിസ്റ്റിൻ ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ട്രഷറർ കൂടിയാണ്. എന്തായാലും അതൊന്നുമല്ല, പുതിയ ഭരണസമിതി വരാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നിലവിലെ ഭരണസമിതിക്ക് നടത്തുന്നതിൽ പരിമിതികളുണ്ട് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നത്. എന്തായാലും 3 മാസം ആയി ഇപ്പോൾ ഈ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിട്ടിട്ട്. എന്തായാലും ഇനി അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി വന്ന ശേഷമേ ഇനി ഈ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നത് തുടരണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.